പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഇൽമുകൾ വളരെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇൽമുകൾ അതിലുണ്ട്. സാമൂഹ്യ ബാധ്യതയുള്ള ഇൽമുണ്ട്. പഠിച്ചാൽ നല്ലത് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഇൽമുകൾ ഉണ്ട്. അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ള ചില ഇൽമുകളും ഉണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി പഠിക്കേണ്ട ഇൽമ് അഖീദയുടെ ഇൽമാണ്. അഖീദ തുടങ്ങുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു മനുഷ്യന് പരിചയപ്പെടുത്തിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ആമുഖമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കൽ അനിവാര്യമായതുകൊണ്ടാണ് രക്ഷിതാക്കൾ പഠിക്കാൻ പാകമാകുന്ന പ്രായത്തിലേക്ക് ഉയർന്നു വരുന്ന കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് എന്ന് നമ്മുടെ കിതാബുകളിൽ പലപ്പോഴും കാണുന്നത്. ഇവിടെ വിശ്വാസപരമായ ഇൽമിനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം വിശ്വാസത്തിന് പിഴവ് സംഭവിച്ചാൽ കർമ്മങ്ങൾ നിഷ്ഫലമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ന് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിആർ 5 നേരത്തെ നിസ്കാരമാണ്. ഈ 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നബുവത്ത് കിട്ടിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നബുവത്തിൻ്റെ 11ാമത്തെ കൊല്ലമാണ് റജബിൻ്റെ 27-ാം രാവിൽ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായത്. അന്നാണ് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കുന്നത്. അതുവരെ ഈ ഉമ്മത്തിന് ഒരു നിർബന്ധ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടില്ല. നേരെ മറിച്ച് നീണ്ട 10 വർഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളുടെ അഖീദ അഥവാ വിശ്വാസകാര്യങ്ങൾ ശരിപ്പെടുത്താനുള്ള പാഠങ്ങളാണ്, അധ്യാപനങ്ങളാണ് നൽകിയിരുന്നത് എന്ന് കാണാം. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണല്ലോ ജുമുഅ. ആ ജുമുഅ നിസ്കാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമത്താമട്ടും അവിടെ വെച്ച് ജുമുഅ നടത്തിയിരുന്നില്ല. ജുമുഅ ആദ്യം നടത്തിയത് മദീനയിൽ വെച്ചായിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ച ചരിത്രമാണ്. ഞാനിപ്പോൾ ചരിത്രം പറയല്ല, അഖീദയുടെ ഇൽമിൻ്റെ പ്രാധാന്യം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കൽ അനിവാര്യമായ 2 തരം ഇൽമുകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന് ഫിഖ്ഹാണ്, അഥവാ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മൂന്നാമത്തേത് സ്വഭാവശുദ്ധി, ആത്മസംസ്കരണത്തിൻ്റെ ഇൽമാണ്, തസ്കിയത്തിൻ്റെ ഇൽമ്. ഈ 3 ഇൽമാണ് നമുക്ക് പഠിക്കൽ എല്ലാ ആളുകൾക്കും നിർബന്ധമായിട്ടുള്ള ഇൽമ്. ഇവിടെ നമുക്ക് അഖീദയുടെ ക്ലാസ്സുകളും തസ്കിയത്തിൻ്റെ ക്ലാസ്സുകളും അങ്ങനെ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ പലതിൻ്റെയും വിപുലമായ ക്ലാസ്സുകൾ പല സമയങ്ങളിലായി വളരെ പ്രധാനപ്പെട്ട പല ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് നമുക്ക് എടുത്തു തരുന്നുണ്ട്. ഇനിയും വരാൻ ഉസ്താദുമാർ തയ്യാറായി നിൽക്കുന്നും ഉണ്ട്. അതേസമയം ഒരാൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും
എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടതും വളരെ സമഗ്രമായതും വളരെ വിശാലമായി പരന്നു കിടക്കുന്നതുമായ ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ് അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരന്നു കിടക്കുകയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങൾ. അത് കേവലം നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളുടെ ഏതാനും ചില നിയമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രത്യുത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. നമുക്കറിയാം, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇബാദാത്ത് അഥവാ ആരാധനകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതിലാണ് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാം ചർച്ചയ്ക്ക് വരിക. രണ്ടാമത്തേത് മുആഖദാത്ത്, ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആരാധിക്കാനാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്നതുകൊണ്ടാണ് ആരാധനയുമായി ബന്ധപ്പെട്ട പാർട്ടിന് മുൻഗണന കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആരാധിക്കണമെങ്കിൽ നമുക്കിവിടെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പ് കണ്ടെത്തണം. അത് കണ്ടെത്താൻ പല ഇടപാടുകളും നമ്മളിവിടെ നടത്തേണ്ടി വരും. മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ സ്വഭാവമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അന്യരുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും നമുക്ക് നടത്തേണ്ടി വരും. അത് വഞ്ചനയും ചതിയും ഇല്ലാത്ത രീതിയിൽ വളരെ പരിശുദ്ധമായ ഇടപാടുകളായി ആക്കി മാറ്റുന്നതിന് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരുപാട് നിയമങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമങ്ങൾ ക്രോഡീകരിച്ച കർമ്മശാസ്ത്ര ശാഖയാണ് മുആഖദാത്ത് എന്ന് പറയുന്ന ഭാഗം. അതിൽ കച്ചവടം, അവധി കച്ചവടം, അതുപോലെ കടം കൊടുക്കൽ, വായ്പ, പണയം, പലിശ, അനന്തര സ്വത്തവകാശം, വഖഫ്, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഇടപാടുകൾ സംബന്ധിച്ച വളരെ നീണ്ട വിവരങ്ങൾ ആ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തെ പാർട്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഈ മനുഷ്യ കുലത്തെ ഇവിടെ നിലനിർത്തുകയും ഈ മനുഷ്യവർഗത്തിന് വർധനമുണ്ടാക്കുകയും ചെയ്യുന്നതിനും സമാധാനപൂർണമായ ജീവിതം ഇവിടെ ഉണ്ടാക്കി തീർക്കുന്നതിനും കുടുംബ വ്യവസ്ഥിതി അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുനാക്കഹാത്ത് അഥവാ വൈവാഹിക ജീവിതത്തെക്കുറിച്ചാണ്. അവിടെ നിക്കാഹ്, തലാഖ്, ഫസ്ഖ്, അതോടൊപ്പം തന്നെ ഭാര്യയുടെ സംരക്ഷണ ചുമതലകൾ, അങ്ങനെ തുടങ്ങി സന്താന പരിപാലനത്തിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ നീണ്ട ചർച്ചയാണ് മുനാക്കഹാത്തിൻ്റെ ഭാഗത്ത് കാണുന്നത്. നാലാമത്തെ ഒരു പാർട്ട് ഇവിടെ സമൂഹമായി ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യൻ പരസ്പരം സഹകരിച്ചും പരസ്പരം കൊണ്ടും കൊടുത്തും അതുപോലെ തന്നെ കൂടിയും ആടിയും ജീവിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന വിദ്വേഷങ്ങളും കലഹങ്ങളും അതിനെ പരിഹാരം കാണാനുള്ള ഒരു പൊതു നിയമം ഉണ്ടാകണം. അതിനാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ നാലാമത്തെ പാർട്ടായ ജിനായാത്ത് അഥവാ ജുഡീഷ്യറി എന്ന ഭാഗം ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് നിയമ ദാരിദ്ര്യമില്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സമ്പൂർണവും സമഗ്രവുമായ നിയമവ്യവസ്ഥകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ ഹബീബിന് വഹയായി കിട്ടിയ അവിടുത്തെ തിരുസുന്നത്തും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഗവേഷണ പടുക്കളായ ആലിമീങ്ങൾ അഥവാ മുജ്തഹിദുകൾ ഈ ലോകത്തിന് അർപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും വന്നേക്കാവുന്ന ഏതാനും ചില സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരാമുഖം ഈ വിഷയത്തിന് പറയേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ഞാൻ മറ്റ് ശാഖാപരമായ വിഷയങ്ങളിലേക്കൊന്നും കടക്കാത്തത്. ഇൻഷാ അല്ലാഹ് മസ്അലകളിലേക്കും മറ്റുമൊക്കെ നമുക്ക് അടുത്ത ദിവസം മുതൽ കടന്നു വരാം. ആരെങ്കിലും വന്ന് ഒരു പ്രധാനപ്പെട്ട സംശയം ചോദിക്കുകയാണ്, ഒരു വാക്യത്ത് ഒരു സംഭവം അവതരിപ്പിക്കുകയാണ്, അവിടെ ആ സംഭവത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമം അവിടെ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് മനുഷ്യന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട നിയമമാകുമ്പോൾ അതിൻ്റെ പേരാണ് ഫിഖ്ഹ്. അപ്പൊ ഫിഖ്ഹ് പിൽക്കാലത്ത് ഉണ്ടായ ഒന്നല്ല. ഇസ്ലാം ഉത്ഭവിച്ചതെന്നോ അന്നൊക്കെ ഫിഖ്ഹ് ഉണ്ട്. ഇസ്ലാം വളർന്നതെന്നോ അന്നൊക്കെ ഫിഖ്ഹും വളർന്നിട്ടുണ്ട്. ഉത്ഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം ഉത്ഭവിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് ഒറ്റയടിക്കുണ്ടായതല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം 23 കൊല്ലം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഖീദയുടെ കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു, പിന്നെ ഫിഖ്ഹിന്റെ കാര്യങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ ആ ഫിഖ്ഹിന്റെ കാര്യങ്ങൾ, മനുഷ്യന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലാഹു തആല എന്ന് അവതരിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ കർമ്മശാസ്ത്രമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നാൽ എല്ലാ പഠനശാഖകൾ പോലെ തന്നെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ക്രോഡീകരണം നടന്നത് പിൽക്കാലത്താണ്. ഹദീസിന്റെ ക്രോഡീകരണം നടന്നതും പിൽക്കാലത്താണ്. പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന്റെ ശേഷമാണ്. ഇതിന്റെ അർത്ഥം അന്ന് ഖുർആൻ ഇല്ലായിരുന്നു എന്നല്ലല്ലോ, അന്ന് ഹദീസ് ഇല്ലായിരുന്നു എന്നല്ലല്ലോ. എന്നതുപോലെ ഫിഖ്ഹിന്റെ ക്രോഡീകരണം നടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന്റെ ശേഷമാണ്. അപ്പൊ അന്ന് ഫിഖ്ഹ് ഇല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിഡ്ഢിത്തമാണ്. അപ്പോൾ ഫിഖ്ഹ് അന്ന് ഉണ്ട്, പക്ഷെ അന്ന് ഒരു ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അത്രയധികം ഗവേഷണ പടുക്കളായ തികഞ്ഞ ആലിമീങ്ങളായിരുന്നു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ തികഞ്ഞ ആലിമീങ്ങളിൽ പലരും പരിശുദ്ധ മക്കയിൽ അന്ന് താമസിച്ചവരുണ്ട്, മദീനയിൽ താമസിച്ചവരുണ്ട്, മക്കയും മദീനയും വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി താമസിച്ചവരും ഉണ്ട്. അങ്ങനെ ഇസ്ലാമിൻ്റെ വലിയ വിപ്ലവം നടന്ന കാലം, വൈജ്ഞാനിക വിപ്ലവം നടന്നൊരു കാലം, അന്ന് ക്രോഡീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം എല്ലാവരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും സ്വന്തമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ മാത്രം അവഗാഹം നേടിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു. പക്ഷേ പിന്നീട് വന്ന മഹാന്മാരായ ഉലമാ വരും തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എഴുതി വെക്കാതെ തന്നെ മനപ്പാടമായി മനസ്സിൽ നിന്ന് അത് ഓതാൻ കിട്ടിയിരുന്ന മഹാന്മാർ നേരത്തെ ഉണ്ടായിരുന്നു. അവര് ഇവിടെ യുദ്ധങ്ങളിൽ കൊല്ല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ആദ്യം അഭിപ്രായം പറഞ്ഞത്. ഇതുപോലെ കർമ്മശാസ്ത്രത്തിലും ഒരു ക്രോഡീകരണം ആവശ്യമില്ലാത്ത കാലം ഇവിടെ കഴിഞ്ഞുപോയിരുന്നു. അന്ന് ക്രോഡീകരിച്ചില്ല. കർമ്മശാസ്ത്രത്തിന്റെ ക്രോഡീകരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന വാചകം തെറ്റിദ്ധരിച്ച് ആരും
സ്വഹാബത്തിന്റെ കാലത്താണ് കർമ്മശാസ്ത്രം തുടങ്ങിയത് എന്ന് മനസ്സിലാക്കരുത്. കർമ്മശാസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുക്കല്ലഫീങ്ങളുടെ അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുഅ്മിനീങ്ങളുടെ കർമ്മപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് നിയമങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതേ സമയത്ത് അത് ഒരു പഠനമായി, ഒരു പഠനശാഖയായി രൂപപ്പെടുകയും അത് ക്രോഡീകരിച്ച് തയ്യാറാക്കി വെക്കുകയും ചെയ്യുന്നത് പിൽക്കാലത്താണ്. ആ പിൽക്കാലം എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ കാലം തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, കർമ്മശാസ്ത്രത്തിന്റെ ക്രോഡീകരണത്തിന് ഒരു തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ക്രോഡീകരണത്തിന് തുടക്കം കുറിച്ച മഹാൻ. ആ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജനിക്കുന്നത് ഹിജറ 80-ലാണ്. ഹിജറ 80-ൽ അബൂ ഹനീഫ ഇമാം ജനിക്കുമ്പോൾ സ്വഹാബികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചരിത്രം. 4 സ്വഹാബികൾ എന്തായാലും അന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് രേഖപ്പെടുത്തിയ ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അവസാനം വഫാത്തായത് ബഹുമാന്യരായ ആമിർ ബിൻ വാഹിലത്തുൽ ലൈസി റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നുവെന്നും അവരുടെ വഫാത്ത് ഹിജറ 110-ലായിരുന്നു എന്നും ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് സ്വഹാബികൾ ഉണ്ട്. ആ അബൂ ഹനീഫ തങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനശാഖ ക്രോഡീകരിക്കുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അല്ലാതെ കർമ്മശാസ്ത്രം ഉണ്ടാക്കിയത് അബൂ ഹനീഫ ഇമാമെന്നല്ല. എന്ന് പറഞ്ഞാൽ കർമ്മവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പടച്ചുണ്ടാക്കുക എന്ന പണി ലോകത്ത് ഒരു ആലിമും ചെയ്തിട്ടില്ല. നിയമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഈ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതേപടി പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കാൻ മാത്രമുള്ള വിജ്ഞാനവും ചിന്താശേഷിയും പ്രാവീണ്യവും പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഇല്ലാതെയാകുമെന്ന് വളരെ ദീർഘദൃഷ്ടിയുള്ള മഹാന്മാർ കാലേ കൂട്ടി മനസ്സിലാക്കുകയും അതിന് പരിഹാരമായി അവർ അവരുടെ സർവ്വ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ച് അതിനെ നിയമരൂപത്തിലാക്കി തന്നെ എഴുതി വെച്ചു പോവുകയും ചെയ്തു. അള്ളാഹു അവർക്കൊക്കെ വലിയ ദർജ കൊടുക്കട്ടെ. ആ മഹാന്മാർ അന്ന് അത്രയും അധ്വാനിക്കുകയും അവരുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച ഈ ലോകത്തെ ഇമാമിയങ്ങൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം മറന്ന് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നമുക്ക് സത്യത്തിൽ ഇന്ന് ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കാനും എല്ലാ വിഷയങ്ങളിലും നമുക്ക് ആവശ്യമായ വിധിവിലക്കുകൾ കണ്ടെത്താനും സാധിക്കുന്നത് എന്ന് ഒരു പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഫിഖ്ഹ് പുതിയതല്ല, അഥവാ കർമ്മവുമായി ബന്ധപ്പെട്ട നിയമം പുതിയതല്ല. അതേ സമയത്ത് അതിൻ്റെ ക്രോഡീകരണം ഉണ്ടായത് സ്വഹാബത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ് അതിനൊരു കൃത്യമായ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ നോക്ക്, ഈ അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള മഹാന്മാര് അബൂ ഹനീഫ ഇമാം കൂഫയിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള മഹാന്മാര് ഒരു ഭാഗത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഖിദ്മയുമായി സേവനവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ വലിയ ആലിമീങ്ങളെക്കാലത്ത് പിന്നെയും ജനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് മദീനയിലെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 93-ലാണ്. അപ്പോൾ ഇതൊന്നും സ്വഹാബത്തിന്റെ കാലത്തുനിന്ന് കൂടുതൽ കഴിഞ്ഞിട്ടല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാര്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ മുദർരിസായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മദീനയിൽ ദർസ് നടത്തിയ, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് സ്വഹാബിമാരുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അവരൊക്കെ മദീനയിലെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരാണ്. അവരുടെ ശിഷ്യന്മാരായിരുന്നു
സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ, ഖാസിം ഇബ്നു മുഹമ്മദ്, ഖാരിജത്ത് ബിൻ സെയ്ദ്, സാലിം ഇബ്നു അബ്ദുല്ലാഹി ബിൻ ഉമർ, ഉബൈദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉത്ബ, അതുപോലെ സുലൈമാൻ ബിൻ യസാർ റളിയല്ലാഹു അൻഹും. 7 ആളുകളുടെ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഈ 7 ആളുകളാണ് ഫുഖഹാ ഉൽ മദീന, മദീനയിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ന പേരിൽ പ്രത്യേകം അറിയപ്പെടുന്നത്. ഫുഖഹാ ഉൽ മദീനത്തി സബ്അ എന്നാണ് അവരെ കുറിച്ച് പറയുക. മദീനയിലെ പ്രസിദ്ധരായ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരാ? സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ദീനിനെ നേരിട്ട് പഠിച്ച മഹാന്മാരാണ്. ഈ പറഞ്ഞ മഹാന്മാരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, സഹാബത്തുമായി എത്ര അടുത്ത ബന്ധമുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഇമാമിയങ്ങളൊക്കെ ജീവിച്ചിട്ടുള്ളത്. അതുപോലെ മക്കയിലെ പ്രസിദ്ധരായ ഗുരുനാഥന്മാരായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ. അവരുടെ ശിഷ്യന്മാർ പലരുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ ശിഷ്യന്മാരാണ്. അവരുടെ ഈ പറഞ്ഞവരുടെ ശിഷ്യന്റെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ് ബഹുമാനപ്പെട്ട സുഫിയാൻ. സഹാബി ഇത്ര അടുത്ത ബന്ധമുള്ള ഒരു കാലഘട്ടത്തിലും എത്ര സുപ്രധാനമായ ഒരു വിജ്ഞാന ശാഖ ഇൽമുൽ ഫിഖ്ഹ് അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ക്രോഡീകരണം ഉണ്ടായത്. ഈ കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രത്തിൽ ആദ്യമായി ഗ്രന്ഥം രചിച്ചത് ബഹുമാനപ്പെട്ട ഇമാം മുന അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അങ്ങനെ ആരുടെ കാലശേഷം അവരെ നമുക്കറിയുന്നത് പോലെ മാലിക് ഇമാമിന്റെ കാലശേഷം ഷാഫി ഇമാമു വന്നു. ഷാഫി ഇമാമിന്റെ കാലശേഷം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 150-ലാണ്. അതിന്റെ ശേഷം ഹിജ്റ 164 ജനിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇവരെല്ലാവരും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച മഹാന്മാരാണ്. ഈ മഹാന്മാരുടെ കൂടെ അതിനു വേണ്ടി വളരെയധികം അധ്വാനിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് മഹാരഥന്മാരായ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ആ ആലിമീങ്ങളുടെ എല്ലാം കഠിനാധ്വാനമാണ് ഇന്ന് നമ്മൾ ഒരു ഇസ്ലാമികമായ നിയമം ഏതെങ്കിലും ഒരു വിഷയത്തിന് ചോദിച്ചാൽ നമുക്ക് കിതാബുകളിൽ നിന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നത്തെ ആലിമീങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് മദ്ഹബുകൾ ഇവിടെ വന്നത്. ഈ മദ്ഹബുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിനോ തിരുസുന്നത്തിനോ വിരുദ്ധമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബദലായ സംവിധാനമല്ല. നേരെ മറിച്ച് ഇപ്പൊ നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ അത് വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനാണ്. അവരത് വ്യാഖ്യാനിക്കും. അപ്പോ ഇവിടെ ഭരണഘടനയെ തള്ളി സുപ്രീം കോടതിയെ അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഭരണഘടനയെയാണ് സുപ്രീം കോടതി വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായോ? പല കേസുകളും കഴിഞ്ഞ കാലത്ത് ഉണ്ടായ പല കേസുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റും സുപ്രീം കോടതിയായിട്ട് ചെറിയ ഉടക്കിയൊരു വിഷയമാണ് കൊളേജിയം, അല്ലേ? അതില് സുപ്രീം കോടതി ഭരണഘടനയെ വിശദീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ആണ്. അതേപോലെ തന്നെ ലാൻഡ് അക്വയർ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രശ്നം. അന്നും ഭരണഘടനയുടെ മൗലികാവകാശത്തിന് വിരുദ്ധമാണ് സർക്കാർ കൊണ്ടുവന്ന നയം എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന സുപ്രീം കോടതിയുടെ ആ തീരുമാനമാണ് ഗവൺമെന്റും സുപ്രീം കോടതിയും തമ്മിൽ വലിയ സംഘർഷമുണ്ടാക്കുകയും അവസാനം ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. ഞാൻ പറയുന്നത് ഇവിടെ നിയമം അത് ഭരണഘടനയാണ്.
പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഇതുപോലെ മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്യുന്നത് നിയമം പടച്ചുണ്ടാക്കുകയല്ല. നിയമം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതിനെ വ്യാഖ്യാനിക്കുകയും അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും മാത്രമാണ് മഹാന്മാരായ അഇമ്മത്തുകൾ ചെയ്തിട്ടുള്ളത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ അവിടെ വേറെ ഒരു ചോദ്യത്തിന് വലിയ സാധ്യതയുണ്ട്. അതെന്താ? ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്തുകൊണ്ട് 4ആയി? മദ്ഹബിന്റെ ഇമാമികൾ എന്തുകൊണ്ട് 4ആയി? 5-ാമത്തെ ഒരു ഇമാം എന്തുകൊണ്ടുണ്ടായില്ല? പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ 4 ഇമാമിങ്ങളെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഇതൊക്കെ പല ആളുകളും സാധാരണ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ ഈ വിഷയം പറയുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ബദലായി ചിലർ കൊണ്ടുവന്നതാണ് എന്നിടത്താണ് ചിലരുടെ പ്രചാരണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ വരുന്ന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കണമെന്ന് ചിലർ ചോദിക്കും. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ വരുന്ന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടാണോ നമ്മൾ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 എണ്ണമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്? ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ് എന്നത് ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ കാഴ്ചപ്പാടുകൾക്കോ അതിന്റെ അടിസ്ഥാന നിയമങ്ങൾക്കോ ഒരു രീതിയിലും വിരുദ്ധമല്ലാത്ത ഒരു ചരിത്ര സത്യം. അതുകൊണ്ട് ആ ചരിത്ര സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു, എത്രയെത്ര വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ 4 ഇമാമിങ്ങൾ വരും നിങ്ങളോലെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ല. പിന്നെന്താ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. 4 ഇമാമിങ്ങളെ സ്വീകരിച്ചൂടൂ എന്നൊരു നിയമം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലില്ല. ദീനുൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയാം. ആരും പെട്ടെന്ന് പുറത്തു പോകരുത്. കാരണം ഈ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. 4 ഇമാമിങ്ങളെ സ്വീകരിച്ചൂടൂ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു നിയമമില്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രം ക്ലിപ്പാക്കി എന്നതാണോ എന്റെ പൊരുള്? വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചോളൂ. ആ വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചോളൂ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആന്റെ കൽപ്പന സൂറത്തുൻ നഹലിന്റെ 43-ാമത്തെ ആയത്താണത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അപ്പൊ വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നല്ല, എത്രയോ സ്ഥലത്ത് അത് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതി. വസ്അലു അഹ്ല ദിക്രി അസ്ദിക്റു ബിമഅനൽ ഇൽമി. ദിക്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമ് എന്നാണ് എന്ന് ഇമാം റാസിയുടെ തഫ്സീറിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുക. സുയൂത്തി ഇമാമിന്റെ ദുറൂർ മൻസൂർ കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ലാ യംബഗി ലിൽ ആലിമി അൻ യസ്കുത അലാ ഇൽമിഹി വലാ യംബഗി ലിൽ ജാഹിലി അൻ യസ്കുത അലാ ജഹ്ലിഹി. കണ്ടോ? ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. ആലിമിനിട്ട് ഇൽമ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സൂറത്തിന്റെ 73-ാമത്തെ ആയത്ത്, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. കണ്ടോ? എന്ന് പറയുന്ന നിസാ സൂറത്തിന്റെ 73-ാമത്തെ ആയത്തിൽ ഇവിടെ അല്ലാഹു തആല ഒരു വിഷയം വരുമ്പോൾ അത് ഉലുൽ അംറിലേക്ക് മടക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആരാണ് ഉലുൽ അംറ് എന്നതിൻ്റെ വിശദീകരണത്തിൽ
ബഹുമാനപ്പെട്ട ഇബ്നു ജറീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഉലുൽ ഫിഖ്ഹി ഫിദ്ദീൻ. കണ്ടോ, അത് വിവരമുള്ളവര് എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എത്ര സ്ഥലത്തുണ്ട്? സൂറത്തുൻ നിസാഇന്റെ തന്നെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെ അനുസരിക്കണം. അവിടെ ഉലുൽ അംർ ആരാണ്? യഅനി അഹ്ലൽ ഫിഖ്ഹി വദ്ദീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ തഫ്സീറ. മനസ്സിലായി? ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങളുടെ തലവൻ എന്ന് അറിയപ്പെട്ട മഹാനാണ്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അള്ളാഹുവെ നീ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തു കൊടുത്ത മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉലുൽ അംറിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ ആളുകളെ, വിവരമുള്ളവരെ അനുസരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ എന്തുകൊണ്ടാണ് 4 മദ്ഹബ് അംഗീകരിക്കേണ്ടി വന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് വിവരമുള്ളവരെ അംഗീകരിക്കാനാ. അപ്പൊ വിവരം എന്ന് പറഞ്ഞാൽ പല തട്ട, എല്ലാ വിവരവും ഒരുപോലെയല്ല. ഒരു വിഷയത്തിൽ തന്നെയുള്ള വിവരം എല്ലാവരുടെ കയ്യിലും ഒരുപോലെയല്ല. അപ്പൊ ഒരു വിഷയത്തിലെ അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് അവന്റെ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന നിയമങ്ങൾ, ആ നിയമം സംബന്ധിയായ വിവരം ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഈ ഉമ്മത്തിലെ ആളുകളാണ് ഈ ഉമ്മത്തിലെ മുജ്തഹിദുകൾ. ആ മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ 4 ഇമാമിങ്ങൾ മാത്രമല്ല, സ്വഹാബികൾ മുജ്തഹിദുകളാണ് പലരും, താബിഈങ്ങൾ പലരും മുജ്തഹിദുകളാണ്. അതോടൊപ്പം ഈ 4 ഇമാമുകൾ മുജ്തഹിദാണ്. ആ ഇമാമുകളുടെ സമകാലികർ പലരും മുജ്തഹിദുകളായി ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിൽക്കാലങ്ങളിലും ഏതാനും മുജ്തഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മുജ്തഹിദുകൾ പലരും ഉണ്ട്. ഇവരോടൊക്കെ ചോദിക്കണം എന്നാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ സഹാബത്തിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്ന ആയിഷ ബീബിനോട് ചോദിക്കലുണ്ട്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കലുണ്ട്, ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കലുണ്ട്. അങ്ങനെ ചോദിക്കുക. അതേപോലെ തന്നെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളോട് ചോദിക്കലുണ്ട്. അങ്ങനെ അങ്ങ് പോയിട്ട് പല മഹാന്മാരോടും അക്കാലത്ത് ചോദിക്കല. അപ്പൊ ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളായതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. എന്നാൽ ആ പറഞ്ഞ അർത്ഥത്തിലുള്ള ആലിമീങ്ങൾ ഇന്നില്ല എന്നത് ഒരു സത്യമാണ്. ഇന്നില്ല എന്ന് മാത്രമല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ അർത്ഥത്തിലുള്ള ആലിമീങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ആലിമീങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ ആലിമീങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തന്നിട്ടുള്ള നമ്മുടെ സമകാലികരായ ആലിമീങ്ങളോട് ചോദിച്ചാൽ ആ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അതേത് മുജ്തഹിദായാലും കുഴപ്പമില്ല. മുജ്തഹിദുകൾ 4 ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതേത് മുജ്തഹിദായാലും കുഴപ്പമില്ല. പലരും വലിയൊരു ചോദ്യമായിട്ട് ചോദിക്കണ ചോദ്യപ്പത്. മനസ്സിലായോ? ഇതൊക്കെ നമുക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി. ചൈനയിലുണ്ടൊരു ചികിത്സ, നമ്മളെ നാട്ടിൽ ലഭ്യമല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുത്തം ചോദിക്കുക, ഇവിടെ എന്താ ചികിത്സ ഇല്ലാത്തത്? ആ ചികിത്സ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന് വെച്ചാല് ഖുർആനിലുണ്ടായിട്ടില്ല, അത് ചൈനയിൽ നിന്നിട്ട് എത്താത്തോണ്ടാ. ഏതോ കാലത്ത് മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. ഏതോ കാലത്ത് മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. ആ മുജ്തഹിദുകളുടെ കാലത്ത് അവര് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പറയാൻ വയ്യ, പറയാൻ കഴിയുന്നവരില്ല തന്നെ. അതുകൊണ്ട് പറഞ്ഞവരെ, പറയാൻ കഴിവുള്ളവരെ സ്വീകരിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. ആ വഴി പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് അവര് പറഞ്ഞ വിഷയങ്ങൾ വിശ്വാസയോഗ്യമായ നിലക്ക് നമുക്ക് ലഭിച്ചത് ആരുടേതാണോ അവരുടേത് തന്നെയാകണം. അങ്ങനെ നോക്കുമ്പോൾ ഈ 4 ഇമാമുകളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ മുജ്തഹിദുകൾ ഇല്ല എന്നതിന് അർത്ഥമല്ല. നിങ്ങൾ കണ്ടോ, തർശീഹിന്റെ മുഖദ്ദിമയിൽ പറയുകയാണ്. തർശീഹിന്റെ മുഖദ്ദിമയെ പറയാ, ഇതാ വലൈസത്തുൽ മദാഹിബുൽ മത്ബൂഅത്തു മുൻഹസറത്തൻ ഫിൽ അർബഇ, പിന്തുടരാൻ പറ്റുന്ന മദ്ഹബ് 4 പരിമിതമല്ല. അന്നൽ മുജ്തഹിദീന മിൻ ഹാദിഹിൽ ഉമ്മത്തി ലാ യുഹ്സൂന കസറ, കാരണം ഈ ഉമ്മത്തിൽ എത്ര മുജ്തഹിദുകളുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണിപ്പറയാൻ പറ്റാത്ത വിധം ആധിക്യമുണ്ട്.
വകുല്ലുൻ ലഹു മദ്ഹബും മിനസ് സ്വഹാബത്തി വത്താബിഈന വഹലും മജറ. സ്വഹാബികളിലും താബിഈങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോ മദ്ഹബ് ഉണ്ടായിരുന്നു. വഖദ് കാന ഫി സിരീനൽ ഖവാലി നഹു 11 മദ്ഹബൻ. കഴിഞ്ഞ കാലങ്ങളിൽ 11ഓളം മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. മുഖല്ലദത്തൻ അർബാബുഹ, ആ മദ്ഹബിന്റെ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യപ്പെടാൻ പറ്റിയവരായിട്ട്. മുദവ്വനത്തൻ കുതുബുഹ, ആ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ. وهي مذهب الثوري ومذهب سفيان بن عيينة ومذهب الليث بن سعد ومذهب إسحاق بن راهويه ومذهب ابن جرير ومذهب داوود ومذهب الأوزاعي. കണ്ടോ, ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്ന മദ്ഹബുകളാ. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ 4 മദ്ഹബുകൾ, ആദ്യം പറഞ്ഞ ഇന്നും ലോകത്ത് നിലനിൽപ്പുള്ള 4 മദ്ഹബുകളിൽ ഒരുപാട് ആലിമീങ്ങൾ സേവകന്മാരായി ഉണ്ടാകുകയും അവർ കഠിനാധ്വാനം ചെയ്യുകയും അതിൻ്റെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കപ്പെടുകയും അത് തലമുറ കൈമാറി വന്നുകൊണ്ട് ഇക്കാലം വരെ അത് 4 നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവ അതുപോലെ നിലനിന്നില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇതിപ്പോ 3 നിലനിന്നുള്ളുന്ന ഇപ്പൊ 3 മദ്ഹബേ സ്വീകരിക്കാൻ പറ്റിയെന്നുള്ളൂ, 2 നിലനിന്നുള്ളുന്ന 2 മദ്ഹബേ സ്വീകരിക്കാൻ പറ്റിയെന്നുള്ളൂ. അല്ല 11 ഇതേപോലെ നിലനിന്ന 11 സ്വീകരിക്കാം. മനസ്സിലായി? ഇതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ലാതെ ഇപ്പൊ 4 സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ടല്ല. ഒരു നാട്ടിൽ 4 ഡോക്ടർമാരേ ഉള്ളൂ. പിന്നെ 4 പോക്ക് നിർബന്ധമായി. അതിലെ ഡോക്ടർ ലീവ് പോയാലോ ഇനിയിപ്പോ 3 കൊണ്ടിരും, 3 കൊണ്ടിരും. അപ്പൊ ഇത് 3 പോകാൻ പാടുള്ളൂ എന്ന് ഖുർആനിലുണ്ടോ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ അത്രേ ലഭ്യമുള്ളൂ. അതാണ് അവിടുത്തെ വിഷയം. അതേ വിഷയം. അപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്താ, ഇവിടെ പണ്ഡിതൻ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പണ്ഡിതന്മാർക്ക് പല കാറ്റഗറിയിലാണ് പണ്ഡിതന്മാരുള്ളത്. അപ്പോ പിന്തുടരപ്പെടണമെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം. അത്രയും വലിയ വിവരം വേണം. ആർക്കാ ഇതിനൊക്കെ പറ്റിയ? നിങ്ങൾ നോക്ക്, ഒരു പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ അയാൾക്കുണ്ടാകേണ്ട വിവരത്തിന്റെ ആഴം എത്രയാണ് എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഇന്ന് ഞാൻ ഒരു വിഷയം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടൊരു മസല. എന്താ മസല ഉണ്ടോ നിങ്ങൾ? മഗ്രിബ് നിസ്കാരത്തിന്റെ വഖത്തിന് ഒരാള് ഒരു നാട്ടിൽ നിന്ന് എത്തി, അവിടുന്ന് മഗ്രിബ് നിസ്കരിച്ചു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. അപ്പൊ മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം അയാൾ വേറൊരു നാട്ടിലേക്ക് പോയി. അപ്പൊ അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. എന്നാൽ അയാൾ ഇനി 2ാമത് മഗ്രിബ് നിസ്കരിക്കണോ വേണ്ടേ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നടത്തിയ ചർച്ച ഇപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളി. മഗ്രിബ് നിസ്കാരത്തിന് ഒരു നാട്ടിൽ നിന്നൊരാൾ മഗ്രിബ് നിസ്കരിച്ച്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ വേറെ നാട്ടിലേക്ക് പോയി. അപ്പൊ നോക്കുമ്പോൾ അവിടെ എന്താക്കിയില്ല, സൂര്യ അസ്തമിച്ചിട്ടില്ല. എന്നാ അയാൾ മഗ്രിബ് 2ാമത് നിസ്കരിക്കണോ വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് ചർച്ച ചെയ്തിട്ട് തീരുമാനം പറയണ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് കാലത്ത് ജീവിച്ച മഹാന്മാരത് ചർച്ച ചെയ്ത്, അല്ലേ? ഏത് കാലത്ത് ജീവിച്ച മഹാന്മാരത് ചർച്ച ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് വിമാനങ്ങളെ വെല്ലുന്ന ട്രെയിൻ ഇറങ്ങാൻ പോണ കാലത്തെ നമ്മൾ ജീവിക്കണത്. വിമാനങ്ങളെ വെല്ലുന്ന, ഞാൻ നാളെ വായിച്ചു, ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് 13 ചില്ലാനും മിനിറ്റ് കൊണ്ട് എത്തുന്ന ട്രെയിൻ ഇറങ്ങാൻ പോവാന്ന്, അല്ലേ? മണിക്കൂർ കൊണ്ട് നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കണ്ട് പോയാലേ അവിടെ സൂര്യാസ്തമിച്ചുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് കാളവണ്ടി പോലും ഇല്ലാത്തൊരു കാലത്ത് ഇതിനെക്കുറിച്ച് മഹാത്മ കാലം പോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അച്ചടിച്ച ഗ്രന്ഥങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇന്ത്യന്റെ പ്രിന്റ് പോലെയിട്ട് ഗൾഫിൽ നിന്ന് കിതാബ് വരുത്തി നല്ല വൃത്തിയുള്ള പ്രിന്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇപ്പൊ എന്താ, കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ അതിലിങ്ങനെ നിറച്ച് കിതാബാ, അല്ലേ? നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പൊ ഞമ്മക്കും തോന്നുന്നു ഇങ്ങെന്താ നമുക്കൊന്ന് ഗവേഷണം നടത്തിയത്. അവിടേക്ക് എത്തിപ്പ കാര്യം ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഠിനാധ്വാനം നടത്തി പരിശുദ്ധ ദീനിന്റെ വിവരം വളരെ വ്യക്തമായി ഈ ലോകത്ത് എഴുതി വെച്ച മഹാന്മാരായ മുജ്തഹിദുകൾ. അതുകൊണ്ട് തന്നെ ആ മുജ്തഹിദുകളുടെ അധ്വാനത്തിന്റെ ഫലം ഈ ലോകത്ത് അനുഭവിക്കാത്ത ഒരു മുഅ്മിനൊന്നില്ല. മനസ്സിലാക്കിക്കോളൂ. ആ മുജ്തഹിദുകളെ പോലും ചെറുതാക്കി കാണിക്കണ പലരൊന്നുണ്ട്. പക്ഷെ ആ മുജ്തഹിദുകളുടെ അധ്വാന ഫലം അനുഭവിക്കാത്ത ഒരാളും ഒരു മുഅ്മിനും ഈ ലോകത്തൊന്നില്ല. മനസ്സിലായോ?
ഇസ്ലാം അനുസരിച്ച് ജീവിക്കണോ അത് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുകയല്ല. ഇന്ന് പറഞ്ഞത് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ ബദലായി കൊണ്ടുവന്ന മറ്റൊരു നിയമസംഹിതയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വിവരണങ്ങളാണ്. അത് ആവശ്യമില്ലാത്ത, അഥവാ അതിന് ഒരു വിവരണങ്ങൾ എഴുതി ക്രോഡീകരിക്കൽ ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ അത് നടന്നില്ല. ആവശ്യം വരുമെന്ന് കണ്ടപ്പോ മഹാന്മാരാ വലിയ ധർമ്മം ഏറ്റെടുത്ത് ചെയ്തു. അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഇന്ന് ജീവിക്കാൻ കഴിഞ്ഞു പരിശുദ്ധ ദീനിന്റെ നിയമം അനുസരിച്ച്. 4 മദ്ഹബുകൾ ആണ് ഇന്ന് ലോകത്തറിയപ്പെട്ടത്. ഈ 4 സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് 4 പറ്റൂ എന്ന് അള്ളയോ റസൂലോ നിഷ്കർഷിച്ചത് കൊണ്ടല്ല, നേരെ മറിച്ച് 4 നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ്. അത് കിട്ടിയതുപോലെ 5ാമത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കതും സ്വീകരിക്കാമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ കിട്ടിയില്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ അതാണ് ഇതിന്റെ വസ്തുത. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊന്നും എല്ലാവർക്കും വ്യാഖ്യാനിക്കാൻ കിട്ടിയതല്ല. ഇതിന്റെ ദീനീ നിയമങ്ങളുടെ സമഗ്രതയും അതിന്റെ ആഴവും ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ മഹാന്മാരായ മുജ്തഹിദുകളുടെ ഗവേഷണങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി ചർച്ച ചെയ്ത് ആഴത്തിൽ പഠിച്ച് അതിൻ്റെ എല്ലാ നിയമവശങ്ങളും രേഖപ്പെടുത്തി വെച്ച് പോയത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാന്മാരാണ്. കണ്ണുങ്ങള്. അപ്പോ ആ മഹാന്മാരുടെ അധ്വാനത്തെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. അർഹമുർ-റഹീമീനായ റബ്ബ് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ നമ്മുടെ കരങ്ങളിൽ എത്തിക്കാനും ഈ ലോകത്ത് അത് വ്യാപിപ്പിക്കാനും അധ്വാനിച്ച, സേവനം ചെയ്ത, കഷ്ടപ്പെട്ട നമ്മുടെ ഇമാമുകൾ, ആലിമീങ്ങൾ, ഇമ്മത്ത് മുജ്തഹിദുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ഉസ്താദുമാര്, മശായിഖുമാര്, മുസന്നിഫീങ്ങളടക്കമുള്ള ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അർഹമുർ-റഹീമീനായ റബ്ബ് അർഹമായ ദർജയും അർഹമായ സവാബും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് അർഹമുർ-റഹീമീനായ റബ്ബ് നാഫിയായ ഇൽമ് ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വല്ല ചോദ്യവും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരമുണ്ട്. എന്നും ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്, മറ്റന്നാൾ. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഇന്ത്യൻ സമയം 10 മണിക്ക് നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ഉണ്ടെങ്കിൽ ആ ലൈവ് തീർന്നതിൻ്റെ ശേഷവുമായിരിക്കും നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് ആ ക്ലാസ്സിന് പരമാവധി എല്ലാവരും എത്തുക. അതുപോലെ നമ്മുടെ പുതിയ പുതിയ പല ഉസ്താദുമാരുടെയും ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തുടങ്ങിക്കഴിഞ്ഞതുണ്ട്. അതിനൊക്കെ എല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കർമ്മശാസ്ത്രത്തിൻ്റെ ഫുറൂഇയായ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം മരണവുമായി ബന്ധപ്പെട്ട, മരണാനുബന്ധ മുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വുളൂഉം കുളിയും നിസ്കാരവും ഒക്കെ പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ മരണത്തുമെന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരണവുമായി ബന്ധപ്പെട്ട, മരണാനുബന്ധ മുറകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടുന്ന ബുധനാഴ്ചത്തെ ക്ലാസ് മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് ഏറ്റിത്തരുമാറാകട്ടെ. പരിശുദ്ധ ദീനിൻ്റെ ആഴത്തിലുള്ള പഠനം സാധ്യമാകുന്ന പല സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ മൈക്കിലേക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഞാനുണ്ടാവും. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇപ്പം നിർത്തുകയും ചെയ്യും. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇന്ന് യാദൃശികമായിട്ട് ഒരു പള്ളിയിൽ, ചെറിയൊരു പള്ളിയിൽ കയറിയപ്പോൾ അവിടുത്തെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിരിക്കണം. അപ്പം അതിന് ബാക്കിൽ ഇപ്പോൾ വന്ന് 3-4 പേര് നിസ്കരിച്ചു. അവർ പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അത്തിയാത്തിൽ ഇരിക്കാതെ എണീറ്റ്. പക്ഷെ അത് ഇമാമ് അറിഞ്ഞിട്ടില്ല. ഇമാമ് നിസ്കരിച്ച് സലാം വേണ്ടി പോയി. ചെരുപ്പിടുന്ന സമയത്ത് കൂടെ നിന്ന് ആരോ പോയിട്ട് മൂപ്പരോട് പറഞ്ഞ്. അപ്പം ആ ചെരുപ്പിടുന്നിടത്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും സുജൂദ് ചെയ്ത്. അപ്പം അതൊന്ന് അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാനാണ്
ഉസ്താദ് പറഞ്ഞത് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അത് സഹ്വിൻ്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മദ്ഹബ് പ്രകാരം സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുള്ള ഒരു സ്ഥലത്ത് ഒരാൾ സഹ്വിൻ്റെ സുജൂദ് മറന്ന് സലാം വീട്ടി എന്നിരിക്കട്ടെ, അയാൾക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ സഹ്വിൻ്റെ സുജൂദിലേക്ക് മടങ്ങുന്നതോടുകൂടി അയാൾ നിസ്കാരത്തിലേക്ക് മടങ്ങിയവനായി. അതുകൊണ്ട് സുജൂദ് കഴിഞ്ഞ ശേഷം പിന്നീട് സലാം വീട്ടേണ്ടി വരും. ഞാൻ ഇപ്പോൾ പറഞ്ഞ മനസ്സിലായോ? ബാക്കി ഞാൻ പിന്നെ പറഞ്ഞതാ. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ളൊരു സ്ഥലത്ത് സുജൂദ് ചെയ്യാൻ മറന്ന് ഒരാൾ സലാം വീട്ടി, എന്നാൽ അയാൾക്ക് നിസ്കാരത്തിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ തിരിച്ചു വരല് സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. പക്ഷേ സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നതോടുകൂടി അയാൾ നിസ്കാരത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് ഇനി അയാൾ എന്താക്കണം? സലാം വീട്ടണം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. അയാളിൽ നിന്ന് ഈ സലാം വീട്ടിയതിൻ്റെ ശേഷം പിന്നീട് എന്തുണ്ടാകരുത്? കൂടുതൽ നിസ്കാരത്തിനെ ബാത്തിലാക്കുന്ന രീതിയിലുള്ള ഒരുപാട് നടത്തവോ അല്ലെങ്കിൽ കൂടുതൽ ഫസലോ ഒന്നും ഉണ്ടാകാത്തപ്പോഴാണ് അയാൾക്ക് അങ്ങോട്ട് തന്നെ മടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ കുറേ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ കുറേ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താക്കാൻ പറ്റൂല? ആ സഹ്വിൻ്റെ സുജൂദിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. ഖലീലായ ഫീലുകളൊക്കെ ഉള്ളതെങ്കിൽ അയാൾക്ക് മടങ്ങിപ്പോകാൻ പറ്റുകയും ചെയ്യും എന്നതാണ് നിയമം. ഓക്കെ, മൈക്ക് ഫ്രീ. എല്ലാവർക്കും ഉത്തരം പറയാം, എല്ലാവർക്കും ഖുർആനും സുന്നത്തനുസരിച്ച് പറയാമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അവരെയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഇന്ന് ഇവർ പറയുന്ന എല്ലാവർക്കും എല്ലാ ഡിക്ഷണറി നോക്കിയിട്ട് പറയാനറിയുന്ന ആൾക്കാരൊക്കെ മതവിധികൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അത് അവരെയൊക്കെ ധിക്കരിച്ചും കൊണ്ട് ഉള്ളൊരു പോക്കല്ല. അയാൾ പറയുന്നത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം, ധിക്കാരല്ലത്. അപ്പോൾ അത് തന്നെയല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല എന്ന്. അപ്പോൾ ഇതൊക്കെ മുന്നിലിരിക്കെ ഈ സലഫിന്റെ ചോദ്യം അത് ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്യലല്ലേ എന്നാണ് എൻ്റെ സംശയം. നമ്മൾക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരി, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമികമായി ജീവിക്കണമെങ്കിൽ തന്നെയും വിവരമുള്ളവരെ അനുസരിക്കുന്നതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ദീനിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം ചില ആൾക്കാർക്ക് അതിൽ ചെറിയ ഒരു വിഷമം കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാ ഇവിടെ എല്ലാവർക്കും വിവരമുണ്ട് അല്ലേ? എന്നൊരു കേസ് വന്ന് നോക്കട്ടെ, നിയമം പഠിച്ച് കോടതിയിൽ വാദിക്കാൻ പോവോ? അപ്പം നല്ല വക്കീലാരാ നോക്കിയെടുക്കും കേട്ടോ. പിന്നെ അസുഖം വരുന്ന നേരത്ത് വേഗം ബുക്ക് കഴിച്ചിക്കാണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുമോ? അത് നോക്കൂല. അത് കുറേ ബുക്ക് കഴിച്ചിക്കാണ്ട് മരുന്നൊന്നും കുടിക്കൂല. അവിടെ എന്താ ചെയ്യുക? നല്ല വിവരമുള്ള ഡോക്ടർ ആരാ നോക്കും. അപ്പം അവനവൻ്റെ സ്വന്തം കാര്യം ദുന്യവിയായ വിഷയം വരുമ്പോൾ എല്ലാവരും വിവരമുള്ളവരെ തെരഞ്ഞു പോകുന്നു. ദീനിയായ വിഷയങ്ങളിൽ നമുക്കൊക്കെ വിവരമുണ്ടല്ലോ എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ അപകടമാണ് എന്ന് മാത്രമേ അതേക്കുറിച്ച് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ.